പവർ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് പേഴ്സിവൽ വൈൽഡിൻ്റെ ഒരു ഡ്രാമയാണ്. അപ്പോൾ ഇതിനകത്ത് പ്രൊട്ടഗോണിസ്റ്റ് അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ട്രൂത്ത്ഫുള്ളായ ഒരാളാണ്. അയാളുടെ ലൈഫിൽ അയാൾ എല്ലാത്തിനെയും ട്രൂത്ത്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇതിനകത്ത് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് റോബർട്ട് ബാൾവിൻ, മാർത്ത, ജോൺ, എവി, മിസ്റ്റർ മാർഷൽ ആൻഡ് എ മെയ്ഡ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൽ കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ആദ്യം സീൻ 1 അറ്റ് ബാൾവിൻസ് ഹോം, അല്ലെങ്കിൽ ബാൾവിൻ്റെ വീട്ടിലാണ് കഥ നടക്കുന്നത്. ഇറ്റ്സ് എ റാദർ ഹോട്ട് ആൻഡ് സൾട്രി സൺഡേ ആഫ്റ്റർനൂൺ ആൻഡ് ദ സൺ ഓവർഹെഡ് ആൻഡ് ദ ബേക്ക്ഡ് ക്ലേ അണ്ടർ ഫുട്ട് are merciless. In the distance, lowering clouds give promise of coming relief, and at a parlor window of trim little cottage, the Baldwin family is anxiously waiting the return of its head. John, the son, an average young man of 27, is smoking a pipe and philosophically asks if this day were in no whit more momentous than any other, but his mother, trying to compose herself with her knitting, has made little progress in the last half hour, and Evie, her sister, takes no pains to conceal her nervousness. There is a tense pause. It seems as if none of them likes to break the silence. For the 10th time in 10 minutes, Evie goes to the window and looks out along the sultry road. അപ്പോൾ ഈ കഥ തുടങ്ങുന്നത് നമ്മുടെ ബാൾവിൻ്റെ ഹൗസിലാണ്. അപ്പോൾ ബാൾവിൻ്റെ സണ്ണായ ജോൺ, ഡോക്ടറായ എവി, പിന്നെ മാർത്ത, അവരെല്ലാം ഒരുപ്പമുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സൈലൻസ് ബ്രേക്ക് ചെയ്യാൻ വയ്യാതെ എന്തൊക്കെയോ കാത്തിരിപ്പിലാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊരു സൺഡേ ആഫ്റ്റർനൂൺ ആണ്. നമ്മുടെ എവി എപ്പോഴും 10 മിനിറ്റ് 10 പ്രാവശ്യമെങ്കിലും ആ വിൻഡോയിൽ പോയി ആരെങ്കിലും വരുന്നുണ്ടോ അല്ലെങ്കിൽ ആരെയും എക്സ്പെക്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. മാർത്ത, ഇറ്റ്സ് ടൈം ഹി വാസ് ഹോം. എവി, യെസ് മദർ. മാർത്ത, I do hope he hasn't forgotten his umbrella. He has such a habit of leaving it behind him. Evie, yes mother. Martha, it might rain. Don't you think so, Evie? Without waiting for an answer, she goes to the window and looks out anxiously. The sky is so dark. She starts. There was flash of lightning. John rises slowly, moves to the central table and knocks the ashes out of his pipe. His mother turns to him. John, run into your father's room and see that the windows are closed. That's a good boy. അപ്പോൾ ആദ്യം മാർത്ത ചോദിക്കുകയാണ്, അവിടെ നിന്ന് വരാൻ സമയമായില്ലേ, വീട്ടിലേക്ക് വരാൻ സമയമായി കാണും അല്ലേ? എവി, അതേ അമ്മ. മാർത്ത, അപ്പോൾ നിൻ്റെ ഫാദർ അല്ലെങ്കിൽ അദ്ദേഹം എന്താ അമ്പർല കൂട മറന്ന് വെച്ച് കാണുമായിരിക്കില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനത്തെ ശീലമുണ്ട്, എവിടെയെങ്കിലും പോയാൽ അവിടെ കുറെ മറന്ന് വയ്ക്കുക, അപ്പോൾ അങ്ങനെ ചെയ്ത് കാണില്ല എന്നൊക്കെ പറയുകയാണ്. മാർത്തയുടെ അടുത്ത് മാർത്ത വീണ്ടും ചോദിക്കുകയാണ് എവിയുടെ അടുത്ത്, ഇത് റെയിൻ അല്ലെങ്കിൽ മഴയ്ക്ക് സാധ്യത ഉണ്ടല്ലേ, നീ അങ്ങനെ വിചാരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജോൺ അവരെന്നെ പറയുകയാണ്, സ്കൈ വളരെ ഡാർക്കാണ്, നേരത്തെ ഒരു ലൈറ്റിങ്ങിൻ്റെ ഒരു ഫ്ലാഷും ഒക്കെ കണ്ടായിരുന്നു, അപ്പോൾ എന്തായാലും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ജോണിനെ വിളിച്ച് പറയാണ്, ജോൺ നീ ഒരു കാര്യം ചെയ്ത് നിൻ്റെ ഫാദറിൻ്റെ റൂമിൽ പോയി അവിടുത്തെ വിൻഡോസ് എല്ലാം അടച്ചിരിക്കുക തന്നെ അല്ലേ എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറയുകയാണ്. ജോൺ, റൈറ്റ്. ഓ എവി, മദർ, വാട്ട് ഡസ് മിസ്റ്റർ ഗ്രീഷം വാണ്ട് വിത്ത് ഹിം? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? അപ്പോൾ ജോൺ അതിനുവേണ്ടി പോവുകയാണ്. അപ്പോൾ എവി മദറിനെ വിളിച്ച് ചോദിക്കണം, മദർ, എന്താണ് മിസ്റ്റർ ഗ്രീഷത്തിന് ഫാദറിനെ കാണണമെന്ന് പറഞ്ഞത്? അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമോ? മാർത്ത, പ്രൗഡ്ലി. മാർത്ത കുറച്ച് അഭിമാനത്തോടു കൂടി പറയാണ്, യുവർ ഫാദർ? നോ എവി, നിൻ്റെ അച്ഛനോ? അദ്ദേഹം അങ്ങനെ തെറ്റ് ചെയ്യില്ല. എവി, ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രീഷം സെൻഡ് ഫോർ ഹിം? എവി ചോദിക്കുകയാണ്, പിന്നെ എന്തിനാണ് മിസ്റ്റർ ഗ്രീഷം അദ്ദേഹത്തിനെ വിളിച്ചത് അല്ലെങ്കിൽ ഫാദറിനെ വിളിച്ചത്? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. സിമ്പിളാണ്, എന്താണ് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് അദ്ദേഹത്തിന് സംസാരിക്കണം. എവി, വാട്ട് അബൌട്ട് മിസ്റ്റർ ഗ്രീഷം ഹാസ് ബീൻ അറസ്റ്റഡ്? ദേ ആർ ഗോയിങ് ടു ട്രൈ ഹിം ടുമാറോ. വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഫാദർ? എവി വീണ്ടും ചോദിക്കുകയാണ്, സംശയത്തോട് ചോദിക്കുകയാണ്, എന്തിനെക്കുറിച്ച്? കാരണം മിസ്റ്റർ ഗ്രീഷത്തിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അദ്ദേഹത്തിനെ നാളെ വിചാരണ ചെയ്യുകയാണ്, അപ്പോൾ എന്തിനാണിപ്പോൾ ഫാദറിനെ വിളിച്ചത്? മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗിവ് എവിഡൻസ്. അപ്പോൾ മാർത്ത പറയാണ്, എന്താണ് നിൻ്റെ ഫാദർ എവിഡൻസ് അല്ലെങ്കിൽ ഒരു സാക്ഷിയാണ്. എവി, ബട്ട് ഹീ ഈസ് ഗോയിങ് ടു ഗിവ് എവിഡൻസ് അഗൈൻസ്റ്റ് മിസ്റ്റർ ഗ്രീഷം. വൈ ഷുഡ് മിസ്റ്റർ ഗ്രീഷം വാണ്ട് ടു സീ ഹിം? അപ്പോൾ എവി വീണ്ടും സംശയത്തോട് ചോദിക്കുകയാണ്, എന്തായാലും ഫാദർ മൊഴി പറയാൻ പോകുന്നത് മിസ്റ്റർ ഗ്രീഷത്തിനെതിരായിട്ടാണ്, പിന്നെ എന്തിനാണ് മിസ്റ്റർ ഗ്രീഷം ഫാദറിനെ കാണണമെന്ന് പറഞ്ഞത്? മാർത്ത, ഐ ഡോണ്ട് നോ എവി, യുവർ ഫാദർ ഡസൻറ്റ് സേ മച്ച് അബൌട്ട് ഹിസ് ബിസിനസ് അഫയേഴ്സ്.
know there was anything wrong with the bank until I saw it in the papers. Your father wouldn't tell me to draw my money out. He thought it was loyal to Mr. Grisham. I did it of my own accord against his wishes when I suspected. അപ്പോൾ മാർത്ത പറയുകയാണ്, എനിക്കറിയില്ല വി, കാരണം നിൻ്റെ ഫാദർ ബിസിനസ് മാറ്റേഴ്സ് ഒന്നും എൻ്റെ അടുത്ത് അധികം സംസാരിക്കാറില്ല. ഈ ബാങ്കിൽ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വരെ ഞാൻ അറിഞ്ഞത് എന്താണ്, പത്രങ്ങളിൽ വന്ന സമയത്താണ്. അദ്ദേഹം എൻ്റെ അടുത്ത് ആ ഡിപ്പോസിറ്റ് പിൻവലിക്കാൻ പോലും പറഞ്ഞിരുന്നില്ല. കാരണം അത് മിസ്റ്റർ ഗ്രീഷത്തിനോട് ഉള്ള തെറ്റ് അല്ലെങ്കിൽ ലോയൽറ്റി ഇല്ലായ്മയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ആ പൈസ പിൻവലിച്ചത്. എനിക്ക് സംശയം തോന്നിയപ്പോഴാണ് അത് ചെയ്തത്. ഹെവി ആഫ്റ്റർ എ പോസ്, ഡു യു തിങ്ക് ദാറ്റ് ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഇപ്പോൾ ഹെവി വീണ്ടും ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഫാദറിന് എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട്? വാർത്ത, വിത്ത് ദ വർക്കിംഗ് ഓഫ് ദ ബാങ്ക്, യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ് ഹെവി. അപ്പോൾ വാർത്ത വീണ്ടും എടുത്ത് ചോദിക്കണം, എന്തിനെക്കുറിച്ച്? ബാങ്കിൻ്റെ തകർച്ചയെക്കുറിച്ചാണോ? നിനക്ക് എന്തായാലും നിൻ്റെ ഫാദറിന് നല്ലോണം അറിയാമല്ലോ ഹെവി. ബട്ട് ഡിഡ് ഹി നോ വാട്ട് വാസ് ഗോയിങ് ഓൺ? യു നോ വാട്ട് ദ പേപ്പേഴ്സ് ആർ സെയിങ്. അപ്പോൾ ഹെവി വീണ്ടും ചോദിക്കുകയാണ്, അതല്ല, എന്താണ് അദ്ദേഹത്തിന് എന്താണ് നടന്നുകൊണ്ടിരുന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്താണ് പേപ്പേഴ്സ് പറയുന്നതെന്ന് അറിയാമല്ലോ. മാർത്ത, ദേ ഹാവ് ഇൻ ബി ഫെയർ ടു ഹിം ഹെവി. അപ്പോൾ മാർത്ത വീണ്ടും പറയാണ്, അത് പേപ്പേഴ്സ് എന്താണ് അദ്ദേഹത്തിനോട് ഫെയർ അല്ലായിരുന്നു, അദ്ദേഹത്തിനെ കുറിച്ച് നല്ലതല്ല പറഞ്ഞത്. ഹെവി, പെർഹാപ്സ് നോട്ട്, ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് ടു നോ. They said that only he could have known, he and Mr. Grisham. Why didn't he stop it? അപ്പോൾ ഇവ പറയാണ്, അറിയില്ലായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല, ഫെയർ ആയിട്ടായിരിക്കില്ല പത്രങ്ങൾ പെരുമാറാറ്. പക്ഷേ അവർ പറയുന്നത് എന്താണ്, ഈ തകർച്ച അല്ലെങ്കിൽ ഈ ക്രമക്കേട് അറിയാതിരിക്കണമെങ്കിൽ ആരാണ്, നമ്മുടെ ഫാദർ ഒരു ഫൂളായിരിക്കണം. അവർ പറയുന്നത് എന്താണ്, മിസ്റ്റർ ഗ്രീഷത്തിന് നമ്മുടെ ഫാദറിന് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാവുള്ളായിരിക്കും. എങ്കിൽ പിന്നെ അറിയാമെങ്കിൽ അദ്ദേഹം എന്തിനാണ് സ്റ്റോപ്പ് ചെയ്യാത്തത്? മിസ്റ്റർ ഗ്രീഷത്തെ സ്റ്റോപ്പ് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? വാർത്ത, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രാഷംസ് ഓർഡർ. കാരണം എന്താണ്, അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് മിസ്റ്റർ ഗ്രീഷത്തിൻ്റെ ഓർഡറുകൾക്ക് അനുസരിച്ചാണ്. എവി കണ്ടംപ്റ്റസ്ലി, മിസ്റ്റർ ഗ്രീഷംസ് ഓർഡർ, ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദ? അപ്പം എവി കുറച്ച് പുച്ഛത്തോടു കൂടി ചോദിക്കുകയാണ്, മിസ്റ്റർ ഗ്രീഷത്തിന് ഓർഡറുകളോ, അത് ഫോളോ ചെയ്യേണ്ട കാര്യമുണ്ടോ? മാർത്ത ആഫ്റ്റർ എ പോസ്, എവി, ഐ ഡോണ്ട് ബിലീവ് യുവർ ഫാദർ എവർ ഡിഡ് a wrong thing in his life. Not if he know it was wrong. He found out by accident what Mr. Grisham was doing. എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഫാദർ എന്തെങ്കിലും തെറ്റ് ജീവിതത്തിൽ ചെയ്യുമെന്ന്. പക്ഷേ അദ്ദേഹം ഇത് ആക്സിഡൻ്റലി കണ്ടുപിടിച്ചതാണ്. ഈ തെറ്റ് അദ്ദേഹം കണ്ടുപിടിച്ചത് ആക്സിഡൻ്റലി ആയിട്ടാണ്. മിസ്റ്റർ ഗ്രീഷം എന്താണ് ചെയ്യുന്നത് അദ്ദേഹം കണ്ടുപിടിച്ചത് ആക്സിഡൻ്റലി ആയിട്ടാണ്. ഹൗ ഡു യു നോ ദാറ്റ്? അപ്പോൾ വീണ്ടും ചോദിക്കണം, അതെങ്ങനെയാണെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാം, എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന്? Martha, I don't know it, I suspect it. Something he said. You see, Evi, he can't have done anything wrong. They haven't indicted him. അപ്പോൾ മാർത്ത പറയുകയാണ്, എനിക്കറിയില്ല, പക്ഷേ ഞാൻ അങ്ങനെ സംശയിക്കുന്നു, കാരണം നിങ്ങളുടെ ഫാദർ അങ്ങനെയൊന്നും ചെയ്യില്ല. ജോൺ ഷോർട്ട്ലി, ഐ മെറ്റ് ദ അസിസ്റ്റൻറ്റ് ക്യാഷ്യർ യെസ്റ്റർഡേ. അപ്പോൾ ജോൺ ഇടയ്ക്ക് വരുമെന്ന് പറയുകയാണ്, ഞാൻ ഇന്നലെ അസിസ്റ്റൻറ്റ് ക്യാഷ്യറിനെ കണ്ടായിരുന്നു. എവി, ഡൊണോവൻ? എവി ചോദിക്കുകയാണ്, ഡൊണോവനെയോ? John, yes, Donovan. I saw him up at the athletic club. He said that nobody had any idea that there was anything wrong until the crash came. Donovan had been there 8 years. He thought he was taken care of for the rest of his life. He had got married on the strength of it. And then one morning there was a sign up on the door. It was like a bolt out of the clear sky. അപ്പോൾ ജോൺ പറയുകയാണ്, അതെ ഡൊണോവൻ തന്നെ, ഞാൻ ഇന്നലെ അദ്ദേഹത്തിനെ അത്ലറ്റിക് ക്ലബ്ബിൽ കണ്ടു. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ക്രാഷ് അല്ലെങ്കിൽ ഈ തകർച്ച സംഭവിക്കുന്ന വരെ ആർക്കും അതിനെക്കുറിച്ചൊരു സൂചന പോലും ഇല്ലായിരുന്നു. അദ്ദേഹം ഒരു 8 വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹം മാരേജ് ചെയ്തതും റെസ്റ്റ് ഓഫ് ദ ലൈഫ് എങ്ങനെ ജീവിക്കണമെന്നൊക്കെ തീരുമാനിച്ചത് എന്താണ്, ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്തിലാണ്, ഇതിൻ്റെ ഒരു ബലത്തിലാണ്, ഈ ജോലിയുടെ ഒരു ബലത്തിലാണ്. പക്ഷേ പെട്ടെന്നൊരു ദിവസം എന്താണ്, ഈ ബാങ്ക് തകർന്നു, ആ ഡോറിൻ്റെ ഫ്രണ്ടിൽ ഒരു ഒട്ടിപ്പാണ് കണ്ടത്. അപ്പോൾ അതൊരു തെളിഞ്ഞ ആകാശത്തു നിന്നുള്ളൊരു മിന്നൽ പിളർ പോലെയായിരുന്നു. എവി ആൻഡ് ഫാദർ? ഇപ്പോൾ ചോദിക്കുകയാണ് ഫാദറിനെ പറ്റിയോ? ജോൺ, ഹി സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. He will swear nobody else did. You see, father was closer to Grisham than anyone else. That puts him in a nice position, doesn't it? അപ്പോൾ ജോൺ പറയുകയാണ്, അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഗവർണർ എല്ലാം അറിഞ്ഞു കാണണം എന്നാണ് പറയുന്നത്. കാരണം ഗ്രീഷുമായിട്ട് ഏറ്റവും അടുത്തിരുന്നത് നമ്മുടെ ഫാദറാണ്. അതാണ് അദ്ദേഹവും പറയുന്നത്. മാർത്ത, വാട്ട് യു മീൻ ജോൺ? അപ്പോൾ മാർത്ത ചോദിക്കുകയാണ്, നീ എന്താണ് ഉദ്ദേശിച്ചത് ജോൺ? ദ ഗവർണേഴ്സ്
Governor is the only witness against John Grisham, and me named after him, John Grisham Baldwin. At your service. അപ്പോൾ എന്താണ്, ഗവർണർ നമ്മുടെ ഫാദർ അല്ലെങ്കിൽ ആ ബാങ്കിലെ ഗവർണർ മാത്രമാണ് ജോൺ ഗ്രീഷത്തിനെതിരെയുള്ള ഏക വിറ്റ്നസ്. അതുമാത്രമല്ല, എൻ്റെ പേര് ജോൺ എന്ന പേര് എനിക്കിട്ടതും അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ്, ജോൺ ഗ്രീഷം ബാൾവിൻ. മാർത്ത, യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. മാർത്ത പറയുകയാണ്, എന്താ നിങ്ങളുടെ ഫാദർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി ചെയ്യും, എന്ത് വന്നാലും അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയെ ചെയ്യുള്ളൂ. ജോൺ ഷോർട്ട്ലി, ഐ നോ ഇറ്റ് ആൻഡ് ഐ ആം നോട്ട് ഷുവർ, ബട്ട് വാട്ട് ഇഫ് ഇറ്റ്സ് റൈറ്റ്? They look at him inquiringly. There's John Grisham, grown rich in 20 years, and the governor pegging along his secretary as a secretary at $60 a week. ജോൺ, ഇതെനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു സ്ഥലത്ത് ജോൺ ഗ്രീഷം 20 വർഷം കൊണ്ട് വളരെ വലിയ പണക്കാരനായി. നമ്മുടെ ഗവർണർ എല്ലാ ആഴ്ചയ്ക്കും $60 വേണ്ടി അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് ഇങ്ങനെ പെഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മാർത്ത, യുവർ ഫാദർ നെവർ കംപ്ലൈൻറ്റ്. മാർത്ത പറയണം, അതിന് നിൻ്റെ അച്ഛൻ ഒരിക്കലും കംപ്ലൈൻ ചെയ്തിട്ടില്ല. ജോൺ, നോ, ദാറ്റ്സ് ജസ്റ്റ് ദ പിറ്റി ഓഫ് ഇറ്റ്. ഹി ഡിഡ്ന്റ് കംപ്ലൈൻ. വെൽ, ഹി വിൽ ഹാവ് ഹിസ് ചാൻസ് ടുമാറോ. ഹി വിൽ ഗോ ഓൺ ദ സ്റ്റാൻഡ് ആൻഡ് വെൻ ഹി ഈസ് ത്രൂ ദേ വിൽ പുട്ട് ജോൺ ഗ്രീഷം വെയർ ഹി ഡോണ്ട് ബി ഏബിൾ ടു ഹർട്ട് എനിബഡി ഫോർ എ വൈൽ. Wasn't satisfied with underpaying his employees. Had to rob his depositors. Serve him story well right. എന്താണ്, അദ്ദേഹം ഒരിക്കലും കംപ്ലയിൻറ്റ് ചെയ്തിട്ടില്ല. കാരണം അദ്ദേഹത്തിന് നാളൊരു ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒറ്റ മൊഴി കൊണ്ട് എന്താണ്, ജോൺ ഗ്രീഷത്തിനെ ജയിലിലടയ്ക്കാൻ, അല്ലെങ്കിൽ ആരെയും ശല്യപ്പെടുത്താത്ത രീതിയിൽ ജയിലിലടയ്ക്കാൻ പറ്റും. കാരണം അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തത്? 1, അദ്ദേഹത്തിൻ്റെ ഡെപ്പോസിറ്റേഴ്സിനെ കൊള്ളയടിച്ചു. 2, അദ്ദേഹത്തിൻ്റെ എംപ്ലോയീസിനെ അണ്ടർപേ ചെയ്തു. മാർത്ത, ഐ ഡോണ്ട് തിങ്ക് യുവർ ഫാദർ വുഡ് ലൈക്ക് യു ടു ടോക്ക് ദാറ്റ് വേ ജോൺ. അപ്പോൾ മാർത്ത പറയാണ്, നീ അങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ ഫാദറിന് ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല ജോൺ. ജോൺ, മാർത്ത, യുവർ ഫാദർ ഹാസ് നത്തിങ് അഗൈൻസ്റ്റ് മിസ്റ്റർ ഗ്രീഷം. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, നത്തിങ് ബട്ട് ദ ട്രൂത്ത്. മാർത്ത പറയുകയാണ്, നിങ്ങളുടെ ഫാദറിന് എന്താണ്, ഗ്രീഷമായിട്ട് ഒരു എതിർപ്പുമില്ല. അദ്ദേഹം ട്രൂത്ത് മാത്രമേ പറയുള്ളൂ, ജസ്റ്റ് ദ ട്രൂത്ത്. ജോൺ, ഡിഡ് യു തിങ്ക് ഐ എക്സ്പെക്റ്റഡ് ഹിം ടു ലൈ? നോട്ട് ഫാദർ. ഹി വിൽ ടെൽ ദ ട്രൂത്ത്, ജസ്റ്റ് ദ ട്രൂത്ത്. ഇറ്റ് വിൽ ബി പ്ലെൻറ്റി. അപ്പോൾ ജോൺ പറയുകയാണ്, ഞാൻ അദ്ദേഹം കള്ളം പറയണമെന്നാണോ വിചാരിച്ചെന്നാണോ നിങ്ങൾ പറയുന്നത്? വേണ്ട, അദ്ദേഹം പറയേണ്ടത് എന്താണ്? സത്യം മാത്രം, വെറും സത്യം മാത്രം. അത് തന്നെ ധാരാളമായിരിക്കും. എവി അറ്റ് ദ വിൻഡോ, ദാസ് ഫാദർ നൗ. അപ്പോൾ എവി പറയാണ്, അതാ അച്ഛൻ വന്നു. മാർത്ത, എവി യു സ്റ്റേ ഹിയർ, ലെറ്റ് മീ ടോക്ക് ടു ഹിം ഫസ്റ്റ്. മാർത്ത പറയാണ്, എവി നീ ഇവിടെ നിൽക്കി, ഞാൻ ആദ്യം സംസാരിക്കട്ടെ. ജോൺ, വണ്ടർ വാട്ട് ഗ്രീഷം ഹാഡ് ടു സേ ടു ഹിം. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ. അപ്പോൾ എവി ജോൺ പറയുകയാണ്, എന്തായാലും ഗ്രീഷം എന്താണെന്ന് എന്ത് പറഞ്ഞു അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും മഴ തുടങ്ങിക്കഴിഞ്ഞു. എവി, യെസ്. ജോൺ, ഹലോ ഡാഡ്. ബാൽവിൻ, ഹൗ ആർ യു മൈ ബോയ്? ഹി ഷേക്സ് ഹാൻഡ്സ് വിത്ത് ജോൺ. എവി ഹി കിസസ് ഹെർ. അപ്പോൾ ജോൺ ഹലോ ഡാഡ് എന്നൊക്കെ പറയുകയാണ്. ബാൽവിൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് നമുക്കിനി സ്റ്റോറി ബാക്ക് കണ്ടിന്യൂ ചെയ്യാം. മാർത്ത, യു ആർ ഷുവർ യുവർ ഷൂസ് ആർ വെറ്റ് റോബർട്ട്? അപ്പോൾ മാർത്ത ചോദിക്കുകയാണ്, നിങ്ങളുടെ ഷൂസൊന്നും വെറ്റായില്ലല്ലോ റോബർട്ട്. ബാൽവിൻ, ഐ ടുക്ക് ദ കാർ, നോട്ട് എ ഡ്രോപ്പ് ഓൺ മി. സി. അപ്പോൾ ബാൽവിൻ പറയുകയാണ്, ഞാൻ കാറിലാണ് വന്നത്, ഒരു ഡ്രോപ്പ് പോലും എൻ്റെ പുറത്ത് വീണിട്ടില്ല, കണ്ടില്ലേ? ജോൺ, വെൽ ഡാഡ്, ഡു യു തിങ്ക് ഇറ്റ്സ് അബൌട്ട് ടൈം യു ടോൾഡ് അസ് സംതിങ്? അപ്പോൾ ജോൺ ചോദിക്കുകയാണ്, എന്തായാലും ഡാഡ്, താങ്കൾക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുള്ള സമയമായിട്ടുണ്ടോ? ബാൽവിൻ, ടോൾഡ് യു സംതിങ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ജോൺ. നീ എന്താണ് ഉദ്ദേശിച്ചത്? എന്തെങ്കിലും പറയാനോ? എനിക്ക് മനസ്സിലായല്ലോ ജോൺ. ജോൺ, പീപ്പിൾ ഹാവ് ബീൻ ടോക്കിംഗ് അബൌട്ട് യു, സെയിങ് തിങ്സ്. അപ്പോൾ ജോൺ പറയുകയാണ്, ആൾക്കാരെല്ലാം താങ്കളെക്കുറിച്ച് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ബാൽവിൻ, വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് ജോൺ? എന്താണ് പറയുന്നത് ജോൺ? ജോൺ, യു ക്യാൻ ഇമാജിൻ റോട്ടൺ തിങ്സ് ആൻഡ് ഐ കുഡൻറ്റ് കോൺട്രാഡിക്റ്റ് ദം. ജോൺ പറയുകയാണ്, നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാമല്ലോ, അത് മോശം കാര്യങ്ങളാണ്, എനിക്ക് അതെന്തായാലും കോൺട്രാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബാൽവിൻ, വൈ നോട്ട് ജോൺ? എന്തുകൊണ്ട് പറ്റുന്നില്ല? ജോൺ, ബിക്കോസ് ഐ ഡിഡ്ന്റ് നോ. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, അതിനെ എതിർക്കാൻ എനിക്കറിയില്ല അതിനെക്കുറിച്ച്. ബാൽവിൻ, ഡിഡ് യു ഹാവ് ടു നോ? വാസൻറ്റ് ഇറ്റ് ഇനഫ് ദാറ്റ് യു നോ യുവർ ഫാദർ? എന്താ, നിനക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞാലേ നിനക്ക് പറയാൻ പറ്റുള്ളൂ, കാരണം നിനക്ക് നിൻ്റെ ഫാദറിനെ കുറിച്ച് അറിയില്ലേ. ജോൺ, ഐ ബെഗ് യുവർ പാഡൻ സർ. അപ്പോൾ ജോൺ സോറി പറയാണ്. Balvin, it was only a day before the smash-up that I found out that Grisham was doing. I told him he would have to make good. He said he couldn't. അപ്പോൾ എന്താണ്,
ഈ ക്ലാസ്സിന് ഒരു ദിവസം മുമ്പാണ് ഞാൻ അറിഞ്ഞത് ഗ്രീഷം എന്താണ് ചെയ്യുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പറഞ്ഞു നല്ല രീതിയിലാവാൻ, പക്ഷേ അദ്ദേഹം പറ്റില്ല എന്ന് പറഞ്ഞു. എവി ആൻഡ് വാട്ട് ഹാപ്പൻ, പിന്നെ എന്ത് സംഭവിച്ചു? ബാൽവിൻ ഐ ടോൾഡ് ഹിം ഹി വുഡ് ഹാവ് ടു ഡു ദ ബെസ്റ്റ് ഹി കുഡ് ആൻഡ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വുഡ് ബി ടു ക്ലോസ് ദ ബാങ്ക്. ഹി ഡിഡ്ന്റ് വാണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ ബാൽവിൻ വീണ്ടും പറയുകയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് ആദ്യം പറഞ്ഞത് എന്താണ്, ബാങ്ക് ക്ലോസ് ചെയ്യാനാണ്. പക്ഷേ അദ്ദേഹത്തിന് അത് വില്ലിങ് ആയിരുന്നില്ല. മാർത്ത ബട്ട് ഹി ഡിഡ് ഇറ്റ്. അപ്പോൾ മാർത്ത പറയാണ് പക്ഷേ അദ്ദേഹം അത് ചെയ്തില്ലേ? ബാൽവിൻ ഐ മേഡ് ഹിം ഡു ഇറ്റ്. ഹി വാസ് ആംഗ്രി, വെരി ആംഗ്രി, ബട്ട് ഐ ഹാഡ് ദ വിപ്പ് ഹാൻഡ്. അപ്പോൾ ഞാനാണ് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിച്ചത്. അദ്ദേഹം ഭയങ്കര ആംഗ്രി ആയിരുന്നു, വളരെ ആംഗ്രി ആയിരുന്നു, പക്ഷേ ഞാൻ എന്തായാലും ചെയ്യിച്ചു. ഹെവി ദ പേപ്പേഴ്സ് ഡിഡ്ന്റ് മെൻഷൻ ദാറ്റ്. ഹെവി പറയാണ് പക്ഷേ അത് പേപ്പറുകളിൽ വന്നില്ലല്ലോ. ബാൽവിൻ ഐ ഡിഡ്ന്റ് തിങ്ക് ഇറ്റ് വാസ് നെസസറി ടു ടെൽ ദം. ഞാൻ അത് വിചാരിച്ചില്ല, അത് അവരുടെ അടുത്ത് നെസസറിയാണ്, പറയാൻ നെസസറിയാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മാർത്ത ബട്ട് യു ലെറ്റ് യുവർ നെയിം റെസ്റ്റ് അണ്ടർ എ ക്ലൗഡ് മീൻ വൈൽ. അപ്പോൾ മാർത്ത വീണ്ടും പറയുകയാണ് പക്ഷേ അത് കാരണം നിങ്ങൾ സംശയത്തിൻ്റെ നിഴലിലായില്ലേ? ബാൽവിൻ ഇറ്റ് വിൽ ബി ക്ലിയർ ടുമോറോ വോണ്ട് ഇറ്റ്. ടുഡേ ഗ്രീഷം സെൻഡ് ഫോർ മീ. ദ ട്രയൽ ബിഗിൻസ് ഇൻ 24 hours ആൻഡ് ദ ഓൺലി വിറ്റ്നസ് അഗൈൻസ്റ്റ് ഹിം ഹി ആസ്ക്ഡ് മീ യു ക്യാൻ ഗെസ് ദാറ്റ്. യു ക്യാൻ ഗെസ് വാട്ട്? എന്തായാലും അത് നാളെ ക്ലിയർ ആവുമല്ലോ ഇല്ലേ? ഇന്ന് തന്നെ ഗ്രീഷം വിളിച്ചായിരുന്നു. ട്രയൽ 24 മണിക്കൂറിന് മുമ്പ് തുടങ്ങും. പിന്നെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ജോൺ ഹി വാണ്ടഡ് യു ടു ലൈ ടു സേവ് ഹിസ് സ്കിൻ. വാണ്ടഡ് യു ടു പെർജ്യൂർ യുവർ സെൽഫ്. അത് ഊഹിക്കാൻ പറ്റും. അദ്ദേഹത്തിന് നിങ്ങളെ കൊണ്ട് കള്ളം പറയിക്കണം, നിങ്ങളുടെ വായന്ന് എന്താണ് ഒരു കെട്ടുകഥ ഉണ്ടാക്കിക്കണം. ബാൽവിൻ ദാറ്റ് വുഡ്ന്റ് ബി നെസസറി ജോൺ. ഹി ജസ്റ്റ് വാണ്ടഡ് മീ to have an attack of poor memory. If I tell all I know, John Grisham will go to jail. No power on earth can save him from it. But he wants me to forget a little, just the essential things. When they question me, I can answer, I don't remember. They can't prove I do remember. And there you are. അപ്പോൾ ബാൽവിൻ പറയുകയാണ് അതിൻ്റെയൊന്നും ആവശ്യമില്ല ജോൺ, ഞാൻ കള്ളം പറയേണ്ടതിനും ആവശ്യമില്ല, അല്ലെങ്കിൽ ഞാൻ കെട്ടുകഥ ഉണ്ടാക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഞാൻ എന്താണ് പറയേണ്ടത്? അവരെന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാം, എനിക്കറിയില്ല, ഞാൻ മറന്നുപോയി, അത്ര മാത്രം പറഞ്ഞാൽ മതി. അവർക്ക് തന്നെ ഞാൻ ഓർമ്മയുണ്ടെന്ന് തെളിയിക്കാൻ പറ്റില്ലല്ലോ. ജോൺ ഇറ്റ് വുഡ് ബി എ ലൈ ഡാഡ്. അതൊരു കള്ളമാവില്ല ഡാഡ്. ബാൽവിൻ ഓഫ് കോഴ്സ് ബട്ട് ഇറ്റ്സ് ഡൺ എവറി ഡേ ആൻഡ് ദേ കുഡിൻ ടച്ച് മീ എനി മോർ ദാൻ ദേ കുഡ് കൺവിക്ട് മീ. അപ്പോൾ അത് കള്ളമാവും, പക്ഷേ അവർക്ക് തന്നെ ഒന്നും തൊടാൻ പോലും പറ്റില്ല. മാർത്ത ക്യൂറിങ് വിത്ത് ഇൻഡിഗ്നേഷൻ. ഹൗ ഡെയർഡ് ഹി ആസ്ക് സച്ച് എ തിങ്. അപ്പോൾ മാർത്ത കുറച്ച് എന്താണ് റൂഡായിട്ട് ചോദിക്കുകയാണ്, എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം പറയും. എവി വാട്ട് ഡിഡ് യു സേ ഫാദർ? എവി ചോദിക്കുകയാണ് എന്ത് പറഞ്ഞു ഫാദർ? ബാൽവിൻ വെൽ സൺ വാട്ട് വുഡ് യു ഹാവ് സെറ്റ്? ഇപ്പോൾ ബാൽവിൻ ജോണിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നീ ആണെങ്കിൽ എന്ത് പറയും ജോൺ ഐ ഹാവ് ടോൾഡ് ഹിം ടു ഗോ ടു ദ ഡെവിൾ. ഞാനാണെങ്കിൽ പോയി വല്ല നരകത്തിലോട് പോറാ എന്ന് പറയുമായിരുന്നു. ബാൽവിൻ ഐ ഡിഡ്. അപ്പോൾ ബാൽവിൻ പറയാണ് ഞാനും. ജോൺ ബുള്ളി ഫോർ യു ഗവർണർ. Martha half to herself I know. Balvin I didn't use your words John. He's too old a friend of mine for that, but didn't minimize matters any. He understand what I mean. പക്ഷേ നീ പറഞ്ഞ വേർഡ്സ് ഞാൻ ഉപയോഗിച്ചില്ല ജോൺ, കാരണം അവൻ എൻ്റെ ഒരു പഴയ ഫ്രണ്ടാണ്, അതുകൊണ്ട് പക്ഷേ ഞാൻ എന്താണ് ഉദ്ദേശിച്ചെന്നുള്ള കാര്യം അവന് മനസ്സിലായി. എവി ആൻഡ് വാട്ട് ഡിഡ് ഹി സേ ദെൻ? അപ്പോൾ എവി ചോദിക്കുകയാണ് എന്നിട്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത്? ബാൽവിൻ there wasn't much to say, you see. He wasn't surprised. He know me for 35 years and well, anybody who's known me for 35 years doesn't expect me to haggle with my conscience. If it had been anybody else, I would have struck him across the face, but John Grisham and I were boys together. We worked side by side and I have been in his employ ever since he started in for himself. He's desperate. He doesn't know what he's doing or he wouldn't have offered me money. അപ്പോൾ എന്താണ് അദ്ദേഹം ഒന്നും തിരിച്ച് പറഞ്ഞില്ല, കാരണം അദ്ദേഹത്തിന് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം ഒരു 35 വർഷമായിട്ട് അദ്ദേഹത്തിന് എന്നെ അറിയാം. 35 വർഷമായിട്ട് എന്നെ അറിയാവുന്ന ഒരാൾക്ക് ഞാൻ ഒരിക്കലും അത് ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. ജോൺ ഗ്രീഷം അല്ല വേറൊരാളായിരുന്നു എൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചത്. കറക്റ്റായിട്ട് ഞാൻ അദ്ദേഹത്തിനെ തിരിച്ചടിച്ചിരുന്നേനെ. പക്ഷേ അദ്ദേഹം എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടാണ്. അത് മാത്രമല്ല അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങിയപ്പോൾ എന്നെ ആദ്യം അപ്പോയിൻറ്റ് ചെയ്ത ആളാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം ഡെസ്പറേറ്റ് ആണ്, അല്ലെങ്കിൽ അദ്ദേഹം എനിക്ക് പൈസ ഓഫർ ചെയ്യില്ലല്ലോ. ജോൺ ഓഫർഡ് യു മണി ഡാഡ്? ഫ്യൂരിയസ് ആയിട്ട് ജോൺ ചോദിക്കണം പൈസ ഓഫർ ചെയ്തു? ബാൽവിൻ സിംപ്ലി യെസ് $100,000. അതെ, ഒരു
$100,000. What? Baldwin, I have got only a few years to live, but I will live those as I have lived the rest of my life. I will go to my grave clean. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു കുറച്ച് വർഷം കൊണ്ടേ ജീവിക്കാനുള്ളൂ. എന്തായാലും ഞാൻ ബാക്കി കാലം ഞാൻ ജീവിച്ചത് കണക്ക് തന്നെ ഞാൻ അതും ജീവിക്കും. ഞാൻ ക്ലീനായിട്ട് ഗ്രേവിലേക്ക് പോകും. മാർത്ത, റോബർട്ട്. Baldwin, he put it aside for me without anybody knowing it. It's out of his private fortune, he says. It's not the depositor's money. As if that made any difference. അപ്പോൾ എന്താണ് ആ പൈസ എടുത്ത് അദ്ദേഹം എൻ്റെ അടുത്ത് വെച്ച് എന്നിട്ട് പറയുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ പൈസയാണ്, ഡെപ്പോസിറ്റൻസിൻ്റെ പൈസയൊന്നും അല്ലാന്ന് അദ്ദേഹം പറഞ്ഞു. He hypnotized. He offered you $100,000? Baldwin, smiling at her amazement. I could have had it for the one word yes, or even for nodding my head or a look of the eyes. എനിക്ക് ആ പൈസ ഒരു യെസ് കൊണ്ടോ അല്ലെങ്കിൽ ഒന്ന് തലയാട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ അവൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കിയതോ കൊണ്ടോ നേടാമായിരുന്നു. ജോൺ, ഹൗ ഡു യു നോ ഹി മീൻ ഇറ്റ്? ഇപ്പോൾ എന്താണ് അപ്പോൾ അദ്ദേഹം തരുമെന്ന് എന്താണെന്ന് കുറപ്പ്. ബാഡ്വിൻ, ഹിസ് വേർഡ് ഈസ് ഗുഡ്. അദ്ദേഹം പറയുന്നത് നല്ല വാക്കിലാണ് അദ്ദേഹം സംസാരിച്ചത്. ജോൺ, ഈവൻ നൗ, ഇപ്പോഴും. ബാഡ്വിൻ, ഹി നെവർ ലൈ ടു മീ ജോൺ. I suppose my eyes must have shown something I didn't feel. He noticed it. He unlocked a drawer and showed me $100,000. എന്താ ജോൺ എൻ്റെ അടുത്ത് ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ല. ഗ്രീഷ എൻ്റെ അടുത്ത് ഒട്ടും കള്ളം പറഞ്ഞിട്ടില്ല. ജോൺ എന്താണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഡ്രോയർ തുറന്ന് ആ $100,000 കാണിച്ചതാണ്. ജോൺ, ഇൻ ക്യാഷ് ആയിട്ടോ? Baldwin, in $1,000 bills. They are genuine. I examined them. അതെ, $1,000 ബിൽസ് ആയിട്ട് അദ്ദേഹം എന്നെ കാണിച്ചത് ജെനുവിൻ ആണ്. ഞാൻ നോക്കിയതാണ്. ആൻഡ് ഫോർ ദാറ്റ് ഹി വാണ്ട്സ് യു ടു സേ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ അതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത് 3 വാക്കുകൾ മാത്രം. ഐ ഡോണ്ട് റിമെമ്പർ, അതാണോ? Baldwin, just that 3 words only. അതെ, ആ 3 വേർഡ് മാത്രം. ജോൺ, ബട്ട് യു ഡോണ്ട്. പക്ഷേ നിങ്ങൾ ചെയ്യില്ല. Baldwin, those 3 words would choke me if I tried to speak them. For some other man, perhaps it would be easy, but for me, all of my past would rise up and strike me in my face. It would mean to the world that for years I had been living a lie. That was not the honorable man I thought I was. When John Grisham offered me money, I was angry, but when I rejected it, he showed no surprise. Then I was pleased. It was a compliment. Don't you think so? അപ്പോൾ എന്താണ് അങ്ങനെ ഒരു കള്ളം പറഞ്ഞാൽ ഞാൻ എന്നെ വെട്ടി നുറുക്കുന്നത് പോലെയാവും. കാരണം ഞാൻ ഇത്രയും നാൾ ഞാൻ ഒരു ഹോണറബിൾ മാനായിട്ടാണ് ജീവിച്ചത്. അതെനിക്ക് ഇനി എൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു കള്ളമായി പോകും. ജോൺ ഗ്രീഷ എനിക്ക് പൈസ ഓഫർ ചെയ്താൽ എനിക്ക് ദേഷ്യമാണ് വന്നത്. പക്ഷേ ഞാൻ റിജക്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഒരു സർപ്രൈസും കാണിച്ചില്ല. അതെനിക്ക് കോംപ്ലിമെൻറ്റ് പോലെയാണ് തോന്നിയത്. ജോൺ, ഈ കോംപ്ലിമെൻറ്റ് വിച്ച് കോസ്റ്റ് $100,000. അപ്പോൾ ജോൺ പറയുകയാണ് ഒരു കോംപ്ലിമെൻറ്റ് കാരണം $100,000. മാർത്ത, വിൽ ദ ഡെപ്പോസിറ്റേഴ്സ് ലോസ് മച്ച് റോബർട്ട്? അപ്പോൾ മാർത്ത ചോദിക്കുകയാണ് ഡെപ്പോസിറ്റേഴ്സിന് ഒരുപാട് പൈസ നഷ്ടമാവോ ജോൺ? റോബർട്ട്, ബാൽവിൻ, ദ ഡെപ്പോസിറ്റേഴ്സ് വിൽ നോട്ട് ലോസ് എ സെൻറ്റ്. എന്തായാലും ഡെപ്പോസിറ്റേഴ്സിന് ഒരു പൈസ പോലും നഷ്ടപ്പെട്ടില്ല. ബട്ട് ദ പേപ്പർ സെറ്റ്? ബാൽവിൻ, ദേ ഹാഡ് ടു പ്രിൻറ്റ് സംതിങ്. ദ ഗെസ്റ്റ്, ഐ നോ, ഐ ടെൽ യു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണ്ടേ? അവർ ഗെസ് ചെയ്തതാണ് എന്ന് ബാൽവിൻ പറയുകയാണ്. മാർത്ത, ബട്ട് യു നെവർ സെറ്റ് സോ ബിഫോർ. പക്ഷേ ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ല. Baldwin, I left that for Grisham. It will come out tomorrow. ഞാൻ ഗ്രീഷത്തിന് വിട്ടതാണ്, അത് നാളെ പുറത്ത് വരും. John, why tomorrow? Why didn't you say so before? Papers ask you often enough. എന്തിന് ടുമാറോ? അത് നിങ്ങളുടെ അടുത്ത് പേപ്പേഴ്സ് ഒരുപാട് അത് ചോദിച്ചതല്ലേ, നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ നേരത്തെ? Baldwin, nothing forced me to answer. ജോൺ, എന്താണ് ജോണിൻ്റെ അടുത്ത് മറുപടി എന്താണെന്ന് വെച്ചാൽ അതെന്നെ പറയാനൊന്നും ഫോഴ്സ് ചെയ്തില്ല. ജോൺ, they are going to punish Grisham, aren't they? ജോൺ ചോദിക്കുകയാണ്. അവരെ ഗ്രീഷത്തിനെ നാളെ പണിഷ് ചെയ്യും അല്ലേ? Baldwin, I am afraid so. എനിക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്. ജോൺ, വാട്ട് ഫോർ? എന്തിനാണ്? Baldwin, മിസ്അപ്രോപ്രിയേറ്റ് ഇൻ ദ ഫണ്ട്സ് ഓഫ് ദ. അപ്പം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് കണക്കിൽ കൃത്രിമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ജോൺ ഇൻ്റർപ്രറ്റ് ചോദിക്കുകയാണ്, ഓ ഐ നോ ദാറ്റ്, ബട്ട് വാട്ട് ക്രൈം ഹാസ് ഹി കമ്മിറ്റഡ്? അത് എനിക്കതറിയാം, പക്ഷേ അദ്ദേഹം എന്ത് ക്രൈമാണ് ചെയ്തത്? Baldwin, ദാറ്റ്സ് എ ക്രൈം ജോൺ, അതൊരു ക്രൈമാണ് ജോൺ. ബട്ട് ഇഫ് നോബഡി ലോസ് എനിത്തിങ് ബൈ ഇറ്റ്, ഇറ്റ്സ് എ ക്രൈം നെവർത്തിലെസ്. അപ്പോൾ രവി ചോദിക്കുകയാണ്, പക്ഷേ അത് ആർക്കും പൈസ നഷ്ടപ്പെട്ടില്ലല്ലോ. Baldwin തിരിച്ച് പറയുകയാണ് അതെന്തായാലും ഒരു ക്രൈം തന്നെയാണ് ജോൺ. ആൻഡ് ദേ ആർ ഗോയിങ് ടു പണിഷ് ഹിം ഫോർ ഇറ്റ്. അപ്പോൾ ജോൺ വീണ്ടും പറയുകയാണ് അദ്ദേഹത്തിനെ അതിനു വേണ്ടി പണിഷ് ചെയ്യും. Baldwin, they can't let him go, John. He's too conspicuous. അവർക്ക് എന്തായാലും അദ്ദേഹത്തിനെ വെറുതെ വിടാൻ പറ്റില്ല, കാരണം അദ്ദേഹം ഒരുപാട് കോൺസ്പീഷ്യസ് ആണ്. ജോൺ, ഡു യു തിങ്ക് ദാറ്റ്സ് റൈറ്റ് ഗവർണർ? അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗവർണർ? Baldwin, മൈ ഒപ്പീനിയൻ ഡസൻറ്റ് മാറ്റർ ജോൺ. എൻ്റെ ഒപ്പീനിയൻ ഒരു കാര്യമില്ല ജോൺ. ബട്ട് വാട്ട് യു തിങ്ക്? പക്ഷേ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? Baldwin,
ഐ തിങ്ക് ദാറ്റ് ഐ ആം സോറി ഫോർ ജോൺ ഗ്രീഷം, ടെറിബിളി സോറി. എന്തായാലും എനിക്ക് സോറിയാണെന്ന് തോന്നുന്നു, എനിക്ക് കുറ്റബോധമുണ്ട്. ജോൺ, ഇറ്റ്സ് നത്തിങ് ബട്ട് എ ടെക്നിക്കാലിറ്റി ഡാഡ്, നോബഡി ലൂസ് ദിസ് സെൻഡ്, ഇറ്റ്സ് റാദർ ഹാർഡ് ഓൺ ഗ്രീഷം ഐ സേ. അതൊരു ടെക്നിക്കാലിറ്റിയാണ് ഫാദർ, കാരണം ഒരാൾക്കും ഒരു സെൻറ്റ് പോലും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഗ്രീഷം എന്തിനാണ് പിന്നെ വെറുതെ പോകുന്നത്? ബാഡ്വിൻ ആഫ്റ്റർ പോസ്, യെസ് ജോൺ, അത് ശരിയാണ് ജോൺ. എവി, വുഡ് ഇറ്റ് ബി സച്ച് ആൻ ഓഫുൾ തിങ് ഫാദർ ഇഫ് യു ലെറ്റ് ഹിം ഓഫ്? പക്ഷേ അതൊരു നല്ല കാര്യമല്ലേ ഫാദർ? എവി ചോദിക്കുകയാണ്, എന്താണ് അദ്ദേഹത്തിനെ വെറുതെ ഇവിടെ നിങ്ങളെ കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ? ബാഡ്വിൻ, ഐ വിഷ് ഐ കുഡ് എവി, ബട്ട് ഐ ആം നോട്ട് ദ ജഡ്ജ്. എന്നെ കൊണ്ട് പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചെയ്തതന്നെ എവി, പക്ഷേ ഞാനൊരു ജഡ്ജല്ലല്ലോ എവി. നോ ബട്ട്, എന്നാലും പക്ഷേ. ബാഡ്വിൻ, ബട്ട് വാട്ട് എവി, യു ആർ ദ ഓൺലി വിറ്റ്നസ് അഗൈൻസ്റ്റ് ഹിം. അപ്പോൾ എവി പറയാണ്, നിങ്ങളാണ് അദ്ദേഹത്തിനെതിരെയുള്ള ഒരു ഏക വിറ്റ്നസ്. ബാഡ്വിൻ, എവി. ജോൺ, ഷീ ഈസ് റൈറ്റ് ഗവർണർ. അപ്പോൾ ജോണും പറയണം, അത് അവൾ പറഞ്ഞാൽ ശരിയാണ് ഗവർണർ. ബാഡ്വിൻ, യു ടു ജോൺ, നീയും ജോൺ. ജോൺ, ഇറ്റ്സ് ഗോയിങ് ടു ബി നാസ്റ്റി മെസ് ഇഫ് ദേ പുട്ട് ജോൺ ഗ്രീഷം ഇൻ ജയിൽ വിത്ത് യുവർ ഓൺ സൺ നെയിംഡ് ആഫ്റ്റർ ഹിം. ഇറ്റ്സ് ഗോയിങ് ടു ബി പ്ലസൻറ്റ് ഫോർ മീ ജോൺ ഗ്രീഷം ബാഡ്വിൻ. അപ്പോൾ എന്താണ്, അദ്ദേഹത്തിനെ നിങ്ങളെ കാരണം ജയിലിൽ പോയാലും മോശം കാര്യമല്ലേ? കാരണം എൻ്റെ പേര് വരെ അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ഇട്ടത്, ജോൺ ഗ്രീഷം ബാഡ്വിൻ. മാർത്ത ആഫ്റ്റർ പോസ്, റോബർട്ട്, ഐ എം നോട്ട് ഷുവർ ഐ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു സെഡ് ബിഫോർ. വാട്ട് ഡിഡ് മിസ്റ്റർ ഗ്രീഷം വാണ്ട് യു ടു ഡു ഫോർ ഹിം? റോബർട്ട്, മാർത്ത പറയാണ്, എനിക്ക് നിങ്ങൾ നേരത്തെ പറഞ്ഞ് മനസ്സിലായില്ല, എന്താണ് മിസ്റ്റർ ഗ്രീഷത്തിന് നാളെ വേണ്ടത്? ബാഡ്വിൻ, ഗെറ്റ് ഹിം ഓഫ് ടുമാറോ, അദ്ദേഹത്തിനെ പുറത്താക്കുക, അദ്ദേഹത്തിനെ രക്ഷിച്ചുകൊണ്ട് വരിക. മാർത്ത, യു കുഡ് ഡു ദാറ്റ്, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലേ? പറ്റും. ഹൗ? മാർത്ത, ഹൗ? ബാഡ്വിൻ, ബൈ ആൻസറിങ് ഐ ഡോണ്ട് റിമെമ്പർ വെൻ ദേ ആസ്ക് മൈ ഡേഞ്ചറസ് ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡേഞ്ചറസ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാം. മാർത്ത, ഓ ആൻഡ് യു റിമെമ്പർ? യെസ്, നിയർലി എവറിത്തിങ്. മാർത്ത ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ബാഡ്വിൻ പറയണം, എല്ലാം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ജോൺ, നോ മാറ്റർ വാട്ട് ദേ ആസ്ക് യു, അവരെന്ത് ചോദിച്ചാലും വിഷയമല്ലേ? ബാഡ്വിൻ, ഐ ക്യാൻ ആൾവേസ് റിഫ്രഷ് മൈ മെമ്മറി, യു സീ ഐ ഹാവ് നോട്ട്സ്. അപ്പോൾ ബാഡ്വിൻ പറയുകയാണ്, എനിക്ക് എൻ്റെ മെമ്മറി റിഫ്രഷ് ചെയ്യാൻ പറ്റും, കാരണം എൻ്റെ കയ്യിൽ നോട്ട്സ് ഉണ്ടല്ലോ. ജോൺ, ബട്ട് വിത്തൗട്ട് ദോസ് നോട്ട്സ് യു വുഡിൻറ്റ് റിമെമ്പർ. ജോൺ ചോദിക്കുകയാണ്, ആ നോട്ട്സില്ലെങ്കിൽ നിങ്ങൾ ഓർമ്മിക്കില്ലല്ലേ? ബാഡ്വിൻ, വാട്ട് യു മീൻ ജോൺ, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ജോൺ? ജോൺ, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട് യു വിൽ ഹാവ് ടു റിലേ ഓൺ യുവർ നോട്ട്സ് നിയർലി ആൾ ടുഗദർ, വോണ്ട് യു? അപ്പോൾ എന്തായാലും ടെക്നിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ നാളെ ഉത്തരം പറയണമെങ്കിൽ ആ നോട്ട്സ് റെഫർ ചെയ്യണം അല്ലേ? ബാഡ്വിൻ, എവരിബഡി ഡസ് ദ സെയിം തിങ്, എല്ലാവരും അത് തന്നെയല്ലേ ചെയ്യുന്നത്. ജോൺ, ദെൻ ഇറ്റ് ഡോണ്ട് ബി ഫാർ ഫ്രം ദ ട്രൂത്ത് ഇഫ് യു സേ ഐ ഡോണ്ട് റിമെമ്പർ. അപ്പോൾ അത് കള്ളാവില്ല, കാരണം എന്താണ് നിങ്ങൾ ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറഞ്ഞാൽ. മാർത്ത, ഐ ഡോണ്ട് സീ ദാറ്റ് മിസ്റ്റർ ഗ്രീഷം ഈസ് ആസ്കിങ് സോ മച്ച് ഓഫ് യു. അപ്പോൾ മാർത്തയും പറയുകയാണ്, ഞാൻ ചിന്തിക്കുന്നില്ല മിസ്റ്റർ ഗ്രീഷം നിങ്ങളിൽ നിന്ന് ഒരുപാട് എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ട് എന്ന്. ബാഡ്വിൻ, മാർത്ത, റോബർട്ട്, ഐ ആം ആസ് ഹോണറബിൾ ആസ് യു ആർ. That goes without saying, Martha. It doesn't seem right to me to send an old friend to jail. Now don't interrupt me. I have been thinking. The day John was baptized, when Mr. Grisham stood sponsor for him, how proud we were. And when we came home from the church, you said, do you remember what you said, Robert? അപ്പോൾ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ജയിലിൽ നിങ്ങളുടെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ പറഞ്ഞു വിടുന്നത് ശരിയാണെന്ന്. എന്നെ ഇനി ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. മിസ്റ്റർ ഗ്രീഷം നമ്മുടെ ജോണിനെ ബാപ്റ്റൈസ് ചെയ്തപ്പോൾ സ്പോൺസറായിരുന്നത് മിസ്റ്റർ ഗ്രീഷമാണ്. ജോണിനെ നമ്മൾ ബാപ്റ്റൈസ് ചെയ്തപ്പോൾ സ്പോൺസറായിരുന്നത് മിസ്റ്റർ ഗ്രീഷമാണ്. അന്ന് നമ്മൾ എത്ര പ്രൗഡായിരുന്നു. അതുപോലെ നിങ്ങളന്ന് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? ബാഡ്വിൻ, നോ, വാട്ട് വാസ് ഇറ്റ്? ഇല്ല, എന്താണത്? മാർത്ത, യു സെഡ്, മാർത്ത, may our son always live up to the name which we have given to him. Do you remember that? മാർത്ത, നമ്മുടെ സൺ നമ്മൾ കൊടുത്ത പേരിനൊപ്പം ജീവിക്കണം, അത് ഓർമ്മയില്ലേ നിങ്ങൾ പറഞ്ഞത്? ബാഡ്വിൻ, യെസ്, ഡിംലി, എനിക്ക് ഡിമ്മായിട്ട് ഓർമ്മയുണ്ട്. ജോൺ, ഓൾറെഡി ഡിംലി ഗവർണർ. ജോൺ പറയണം, ഡിംലി അല്ലേ ഗവർണർ. ബാഡ്വിൻ, വാട്ട് ഡു യു മീൻ ജോൺ, നീ എന്താണ് ഉദ്ദേശിച്ചത് ജോൺ? മാർത്ത, it would be sad, very sad, if the name of John Grisham, our own son's name, should come to grief through you, Robert. അതൊരു മോശം കാര്യമായിരിക്കും, വിഷമം പിടിക്കുന്ന കാര്യമായിരിക്കും. ജോൺ ഗ്രീഷം എന്ന പേര് നമ്മൾ കാരണം എന്താണ് ദുഃഖം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ. ബാഡ്വിൻ, മാർത്ത, ആർ യു ടെല്ലിങ് മീ ടു അക്സെപ്റ്റ് ദ ബ്രൈബ് മണി ദാറ്റ് ജോൺ ഗ്രീഷം ഓഫേർഡ്? മാർത്ത, എൻ്റെ അടുത്ത് പറയുന്ന എന്താണ് പൈസ വാങ്ങിക്കാനാണോ ജോൺ ഗ്രീഷം എന്നെ ഓഫർ ചെയ്തത്? എവി, വൈ ഡു യു കാൾ ഇറ്റ് ബ്രൈബ് മണി? എന്തിനാണ് അങ്ങനെ ബ്രൈബ് മണി എന്നൊക്കെ അതിനെ വിളിക്കുന്നത്? ബാഡ്വിൻ, ബിറ്റർലി, വൈ ഇൻഡീഡ് ഗ്രീഷം ഹാഡ് എ prettier name for it. He said that he had underpaid me all these years. You know, I was getting only $60 a week when the crash came.
എന്തുകൊണ്ട് പറ്റില്ല? പക്ഷേ എന്താണ്, ഗ്രീഷ്മ അതിന് കുറച്ചുകൂടെ നല്ല പേരാണ് നൽകിയത്. എന്താണ്, എന്നെ ഇത്രയും കാലം അണ്ടർ പേ ചെയ്തതിനുള്ള യഥാർത്ഥ പൈസ. കാരണം എനിക്ക് അത്രയും നാളെ $60 കിട്ടിയിട്ടുള്ളായിരുന്നു അതിൻ്റെ യഥാർത്ഥ എമൗണ്ട്. ജോൺ ഇംപേഷ്യൻ്റ്. യെസ് Padwin. He said 100,000 represented the difference between what he paid me and what I had actually been worth to him. ഈ $100,000 എന്ന് പറയുന്നത് എന്താണ്, ഞാൻ അദ്ദേഹത്തിന് വർക്ക് ചെയ്തതിൽ എനിക്ക് കിട്ടിയതും അതുപോലെ തന്നെ എനിക്ക് കിട്ടേണ്ടിയിരുന്നതുമായ തുകയുടെ ഡിഫറൻസാണ്. മാർത്ത. ദാറ്റ്സ് നോ ലെസ് ദാൻ ട്രൂ റോബർട്ട്. യു ഹാവ് വർക്ക്ഡ് ഫോർ ഹിം വെരി ഫെയ്ത്ത്ഫുള്ളി. അതൊരിക്കലും കള്ളമായില്ല റോബർട്ട്, കാരണം അത് നിങ്ങൾക്ക് വേണ്ടി, അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്തതാണ്. Padwin. He said that if he had paid me what he should have, I would have put by more than 100,000 by now. John. That's so, isn't it that? Padwin. Who knows? I never asked him to raise my salary. When he raised it, it was of his own accord. Well, what do you think so of it, Evi? എന്തായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുവരെ സാലറി റൈസ് ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല. ചെയ്തപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടപ്രകാരമാണ്. Evi. If you go on the stand tomorrow, yes, and they put John Grisham in jail, what will people say? അപ്പോൾ നിങ്ങളിങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന ജോൺ ഗ്രിഷത്തിനെ നാളെ ജയിലിൽ അടയ്ക്കും. അപ്പോൾ ആൾക്കാർ എന്ത് പറയും? ദേ വിൽ സേ ഐ ഹാവ് ഡൺ മൈ ഡ്യൂട്ടി. അവർ പറയുന്നതാണ്, ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്തു. എഫി. വെൻ ദേ ഫൈൻഡ് ഔട്ട് ദാറ്റ് ദേ ഹാവൻ ലോസ് എനി മണി, വെൻ ജോൺ ഗ്രിഷം ടെൽസ് ദം ദാറ്റ് ദേ വിൽ പേ ബാക്ക് എവറി സെൻറ്റ്, ദെൻ ദേ വോണ്ട് വാണ്ട് ഹിം ടു ഗോ ടു ജയിൽ. ദേ വിൽ സോറി ഫോർ ഹിം. അപ്പോൾ നാളെ പിന്നീട് അവർ തിരിച്ചറിഞ്ഞാൽ അവരുടെ ഒരു പൈസയും പോയിട്ടില്ല, ജോൺ ഗ്രിഷം അവർക്കെല്ലാം തിരിച്ചു കൊടുക്കുമെന്ന് അറിഞ്ഞാൽ ഇതാണ്, അദ്ദേഹത്തിന് ജയിൽ വിടേണ്ട കാര്യമില്ല, അവർക്ക് അദ്ദേഹത്തിനോടൊരു സോറി തോന്നും. യെസ്, ഐ ബിലീവ് ദാറ്റ്, ഐ ഹോപ്പ് സോ. Padwin. അത് എനിക്കും അങ്ങനെയാണ് തോന്നുന്നത്. ജോൺ. ആൻഡ് ദേ വോണ്ട് ഫീൽ ടു കൈൻഡ്ലി ഡിസ്പോസ് ടുവേഴ്സ് ദ മാൻ ഹു ഹെൽപ്സ് പുട്ട് ഹിം ഇൻ ജയിൽ. അവർക്ക് അദ്ദേഹത്തിനെ ജയിലിലിട്ട ആളുടെ അടുത്ത് അത്ര നന്ദി തോന്നുന്നില്ല. മാർത്ത. ദേ വിൽ സേ യു വെൻറ്റ് ബാക്ക് ഓൺ ആൻ ഓൾഡ് ഫ്രണ്ട് റോബർട്ട്. അപ്പോൾ അവരെന്താ പറയുക, നിങ്ങൾ ഒരു ഓൾഡ് ഫ്രണ്ടിനെ ചതിച്ചു എന്ന്. ജോൺ. വെൻ യു പുൾ ഔട്ട് യുവർ നോട്ട്സ് ഇൻ കോർട്ട് ടു ബി ഷുവർ ഓഫ് സെൻഡിങ് ഹിം ടു ജയിൽ. അപ്പോൾ നിങ്ങൾ ആ നോട്ടുകൾ നാളെ എടുത്താൽ എന്താണ്, അദ്ദേഹം ജയിലിലാണ്. എവി. ആൻഡ് മിസ്റ്റർ ഗ്രീഷം ഹാസൻ ഡൺ എനിത്തിങ് റിയലി റോങ്. എവി പറയാണ്, മിസ്റ്റർ ഗ്രീഷം ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജോൺ. ഇറ്റ്സ് എ ടെക്നിക്കാലിറ്റി, ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. നോബഡി ലോസ് ഹിസ് സെൻ, നോബഡി വാണ്ട്സ് ടു സീ ഹിം പണിഷ്. അതൊരു ടെക്നിക്കാലിറ്റിയാണ്, കാരണം ആർക്കും ഒരു പൈസയും പോയിട്ടില്ല, ആർക്കും അദ്ദേഹത്തിന് പണിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എവി. എക്സ്പെക്ട് യു ഫാദർ, നിങ്ങൾക്കൊഴിച്ച് ഫാദർ. ജോൺ. യെസ്, ആൻഡ് യു ആർ വില്ലിംഗ് ടു ജയിൽ ദ മാൻ ആഫ്റ്റർ ഹൂം യു നെയിംഡ് യുവർ സൺ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആരുടെ പേരിലാണോ നിങ്ങളുടെ സണ്ണിനെ നെയിം ചെയ്തത്, അദ്ദേഹം ജയിലിൽ പോകാനാണ്. മാർത്ത. ഐ ബിലീവ് ഇൻ മച്ച് ബീങ് മേഴ്സിഫുൾ റോബർട്ട്. ഞാൻ മേഴ്സിഫുൾ ആവുന്നതിൽ ബിലീവ് ചെയ്യുന്നു, ഞാൻ ക്ഷമയുള്ളവൻ, ബാക്കിയുള്ളവരോട് ക്ഷമിക്കുന്നവനാവുന്നതിൽ ബിലീവ് ചെയ്യുന്നു. ബാൾവിൻ. മേഴ്സിഫുൾ. മാർത്ത. മിസ്റ്റർ ഗ്രീഷം ഹാസ് ഓൾവേസ് ബീൻ വെരി ഗുഡ് ടു യു. മാർത്ത പറയുകയാണ്, മിസ്റ്റർ ഗ്രീഷം എപ്പോഴും നിങ്ങൾ നല്ല രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത്. മാർത്ത. ഓ വെൽ, വാട്ട് ആർ യു ഗോയിങ് ടു ഡു നൗ ടു റോബർട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ നാളെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ബാൽവിൻ. വാട്ട് യു മീൻ? മാർത്ത. യു ഹാവ് ബീൻ ഔട്ട് ഓഫ് വർക്ക് സിൻസ് ദ ബാങ്ക് ക്ലോസ്ഡ്. നിങ്ങൾ ബാങ്ക് അടച്ചതിന് ശേഷം ഒരു വർക്കും ഇല്ലാതിരിക്കുകയാണ്. ബാൽവിൻ. ഐ വിൽ ഫൈൻഡ് എ പൊസിഷൻ. ഞാനൊരു പൊസിഷൻ കണ്ടെത്താം. ജോൺ. ഇഫ് ഗ്രീഷം ഡസൻ ഗോ ടു ജയിൽ ഹി വിൽ സ്റ്റാർട്ട് ഇൻ ബിസിനസ് അഗെയിൻ, വോണ്ട് ഹി? ആൻഡ് ഹി കാൺട്ട് ഓഫർ യു എനിത്തിങ് ലെസ് ദാൻ എ പാർട്ണർഷിപ്പ്. എന്തായാലും ഗ്രീഷം ജയിലിൽ പോയില്ലെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ് തുടങ്ങും. അപ്പോൾ അദ്ദേഹത്തിന് നിങ്ങൾക്കൊരു പാർട്ണർഷിപ്പിൽ കുറഞ്ഞൊന്നും ഓഫർ ചെയ്യാൻ പറ്റില്ല. എ പാർട്ണർഷിപ്പ്. ജോൺ. വിത്ത് 100,000 ക്യാപിറ്റൽ യു കുഡ് പുട്ട് ഇൻ ദ ബിസിനസ് ഡാഡ്. അപ്പോൾ ഒരു 100,000 ക്യാപിറ്റൽ വെച്ച് നിങ്ങൾക്കൊരു ബിസിനസ് തുടങ്ങാം ഡാഡ്. ബാൽവിൻ. ജോൺ. Of course, the capital doesn't matter. He will owe you quite a debt of gratitude besides. ആ ക്യാപിറ്റലിനേക്കാൾ കൂടുതൽ അദ്ദേഹം നിങ്ങൾക്ക് അടുത്ത് ഒരു നന്ദി ഉള്ളവനായിരിക്കും. മാർത്ത. 100,000 would mean a great deal to us, Robert. If you don't find a position soon, John will have to support us. അപ്പോൾ ഒരു എന്താണ്, ഒരു $100,000 എന്ന് പറയുമ്പോൾ ഒരു ഗ്രേറ്റ് ഡീലാണ് റോബർട്ട്, കാരണം നിങ്ങളൊരു പൊസിഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ജോണിന് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ജോൺ. ഓൺ $30 a week, ഡാഡ് ദേ വോണ്ട് ഗോ വെരി ഫാർ. അപ്പോൾ ഒരു $30 ഒരു വീക്കിൽ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല ഡാഡ്. മാർത്ത. ഇറ്റ്സ് നോട്ട് ഫെയർ ടു ജോൺ. അതൊരിക്കലും ജോണിൻ്റെ അടുത്തൊരു ഫെയർ ഡിസിഷൻ ആയിരിക്കില്ല. ജോൺ. ഓ ഡോണ്ട് ബോദർ അബൌട്ട് മീ. കുറച്ച് ആംഗ്രി ആയിട്ട് ജോൺ പറയണം, എന്നെക്കുറിച്ച് ഒന്നും തിരക്കണ്ട. ലുക്ക് ഹിയർ ഗവർണർ, യു ഹാവ് സെഡ് നത്തിങ് ടു ദ പേപ്പേഴ്സ്. ഇഫ് യു സേ നത്തിങ് മോർ ടുമോറോ, വാട്ട് ഡസ് ഇറ്റ് എമൗണ്ട് ടു ബി സ്റ്റിക്കിംഗ് ടു യുവർ ഫ്രണ്ട്? ഇറ്റ്സ് ദ സ്ക്വയർ തിങ് ടു ഡു. ഹി ഹാഡ് ആസ് മച്ച് ഫോർ യു. അപ്പോൾ എന്താണ്, നിങ്ങൾ ഇതുവരെ ഒരു പേപ്പറിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞില്ല, അപ്പോൾ പിന്നെ നാളെ പറയാതിരിക്കുന്നതിലും കൊണ്ടും നിങ്ങളെ ഫ്രണ്ടിനെ രക്ഷിക്കാൻ പറ്റും, ഒന്നും വേറൊരു കുഴപ്പമില്ല. Padwin. You want me to take this money? Say yes, one of you, or no. I couldn't go into partnership with Grisham. അപ്പോൾ നിങ്ങൾക്ക് ഈ പൈസ എടുക്കണമല്ലേ, ഞാൻ ഈ പൈസ എടുക്കണം, യെസ് അല്ലെങ്കിൽ നോ പറ.
എന്തായാലും ഞാൻ ഗ്രീഷുമായിട്ട് പാർട്ണർഷിപ്പിന് പോകുന്നില്ല. മാർത്ത, വൈ നോട്ട്? ബാഡ്വിൻ, പീപ്പിൾ വുഡിൻ ട്രസ്റ്റ് ഹിം. ആൾക്കാർ അദ്ദേഹത്തിന് ട്രസ്റ്റ് ചെയ്യില്ല. ജോൺ, ദെൻ യു കുഡ് ഗോ ഇൻ ടു ബിസിനസ് വിത്ത് സമ്മൺ എൽസ്. ഡാറ്റ്, 100,000 ഈസ് എ ലോട്ട് ഓഫ് മണി. എങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലുമായിട്ട് ബിസിനസ് ചെയ്തുകൂടെ? ഒരു $100,000 എന്ന് പറയുമ്പോൾ ഒരുപാട് പൈസ ഉണ്ട്. ബാഡ്വിൻ, ഗോഡ് നോസ് ഐ നെവർ തോട്ട് ദിസ് ഡേ വുഡ് കം. I know, no matter how you try to excuse it, I know that if I take this money, I do a dishonorable thing. And you know it. You, all of you, come, admit it. എന്തായാലും ദൈവത്തിനറിയാം എന്താണ് ഞാൻ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും അത് ശരിയാവില്ലെന്ന്. കാരണം ഞാൻ ഒരു ഡിസ്ഹോണറബിൾ മാനായി മാറും. അത് നിങ്ങൾക്കും അറിയാം. നിനക്കും എല്ലാവർക്കും അറിയാം എന്ന് പറയുകയാണ് ബാഡ്വിൻ. ജോൺ, നോബഡി വിൽ ഹിയർ ഓഫ് ഇറ്റ്. ആരും അത് കാര്യമാക്കില്ല. ബാഡ്വിൻ, but amongst ourselves, John, whatever we are to the world, let us be honest with each other. The four of us, well, shams, liars, hypocrites, thieves, and I know better than any of you. We have seen our souls naked, and they sting to Almighty Heaven. Well, why don't you answer me? അപ്പോൾ എന്താണ് നമ്മുടെ അടുത്തെങ്കിലും നന്ദിയുള്ളവരായിരിക്കണം, സത്യസന്ധത പുലർത്തുന്നവരായിരിക്കണം. Makitia, it's not wrong, Robert. Balvin, it's not right. John, $100,000 is a lot of money, Dad. അപ്പോൾ ഒരു $100,000 എന്ന് പറയുന്നത് ഒരുപാട് പൈസയാണ്. ബാഡ്വിൻ, you can look into my eyes now, my son, can't you? John, Dad, why did you refuse? Wasn't it because you were afraid you had what we had said? അപ്പോൾ നിങ്ങൾ എന്തിനാണ് റെഫ്യൂസ് ചെയ്തത്? ബാഡ്വിൻ, yes, John, we nobody will ever know it. ആരും ആ കാര്യങ്ങളൊന്നും അറിയാൻ പോകുന്നില്ല. ബാഡ്വിൻ, except the four of us, നമ്മൾ 4 പേര് ഒഴിച്ച്. ജോൺ, yes, father. John, someone's coming. Martha, raise her. Who is it? John, I can't see. It look like Marshall. അപ്പോൾ എനിക്ക് കാണാൻ വയ്യ, അത് മാർഷൽ ആണെന്ന് തോന്നുന്നു. ബാഡ്വിൻ, Marshall, the maid. A gentleman is to see you. Badwin, who me? The maid. Yes, sir. അപ്പോൾ ബാഡ്വിൻ ചോദിക്കുകയാണ്, എന്നെ കാണാനാണോ വന്നത്? അതേന്ന് മെയ്ഡ് പറയുകയാണ്. ബാഡ്വിൻ, ഇറ്റ് ഈസ് മാർഷൽ. മാർത്ത, ദ പ്രസിഡന്റ് ഓഫ് തേർഡ് നാഷണൽ. ബാഡ്വിൻ, യെസ്. വാട്ട് ഡസ് ഹി വാണ്ട് ഹിയർ? ഷാൽ ഐ ഷോ ഹിം, സർ? ബാഡ്വിൻ, യെസ്, ബൈ ഓൾ മീൻസ്. അപ്പോൾ ബാഡ്വിൻ പറയുകയാണ്, അത് മാർഷലല്ലേ? ഇപ്പോൾ മാർത്ത ചോദിക്കണം, തേർഡ് നാഷണലിൻ്റെ പ്രസിഡൻ്റാണോ? ബാഡ്വിൻ, അദ്ദേഹം എന്തിനാണ് എന്നെ കാണാൻ വന്നത്? മെയ്ഡ് ചോദിക്കുകയാണ്, അദ്ദേഹത്തിനെ അകത്തേക്ക് വിടണോ? ബാഡ്വിൻ പറയണം, അതെ, എല്ലാ തരത്തിലും അദ്ദേഹത്തിന് അർത്ഥത്തേക്ക് വിടാം. മാർത്ത, റോബർട്ട്, ബി കെയർഫുൾ ഓഫ് വാട്ട് യു സേ. യു ആർ ടു ഗോ ഓൺ ദ സ്റ്റാൻഡ് ടുമാറോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ച് പറയണം, നാളെ ഒരു സ്റ്റാൻഡിൽ പോകാനാണ്. ബാഡ്വിൻ, യെസ്, ഐ വിൽ ലുക്ക് ഔട്ട്. അത് ഞാൻ നോക്കിക്കോളാം. മാർഷൽ, വെൽ, സ്പ്രെഡിങ് ദ ആഫ്റ്റർനൂൺ ഇൻഡോസ്. ഹൗ ആർ യു മിസ്സസ് ബാൾവിൻ? ആൻഡ് യു മിസ്റ്റർ ബാൾവിൻ? അപ്പോൾ മാർഷൽ അകത്തേക്ക് വന്നിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെ മിസ്റ്റർ ബാൾവിൻ്റെ അടുത്ത് മിസ്സസ് ബാൾവിൻ്റെ അടുത്തൊക്കെ ചോദിക്കാം. മാർത്ത, വി വർ ജസ്റ്റ് ഗോയിങ് ഔട്ട്. കം എവി. നമ്മൾ പുറത്തേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. എവി വാ എന്നും പറഞ്ഞ് എവിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. മാർഷൽ, യു നീഡ് നോട്ട് ഗോ ഓൺ മൈ അക്കൗണ്ട്. യു ക്യാൻ ഹിയർ വാട്ട് ഐ ഹാവ് ടു സേ. Badwin, if you feel like coming around to the third national sometimes this week, you will find a position waiting for you. അപ്പോൾ മാർഷൽ പറയുകയാണ്, ഞാൻ വന്നുകൊണ്ടാണെങ്കിൽ പോകാൻ നിൽക്കണ്ട, നിങ്ങൾക്കും കേൾക്കാം. എന്നിട്ട് പറയുകയാണ്, ബാഡ്വിൻ, നിങ്ങൾക്ക് തേർഡ് നാഷണലിൽ ചേരാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു പൊസിഷനുണ്ട്. ബാഡ്വിൻ, ഡു യു മീൻ ദാറ്റ് മിസ്റ്റർ മാർഷൽ? നിങ്ങൾ സത്യമാണോ പറയുന്നത് മിസ്റ്റർ മാർഷൽ? I wouldn't say it if I didn't. I was in to see Grisham this afternoon. He told me about the offer he had made you, but he knew that no amount of money would make you do something that you thought wrong. Badwin, he paid you the supreme compliment. Rather than go to the trial with you testify against him, he confessed. അപ്പോൾ എന്താണ് മാർഷൽ പറയുകയാണ്, ഞാനത് കാര്യമായിട്ടല്ലെങ്കിൽ പറയില്ലായിരുന്നു. കാരണം ഞാൻ ഈ ആഫ്റ്റർനൂൺ ഗ്രീഷത്തിനെ കണ്ടതാണ്. ഗ്രീഷം എന്താണ് പറഞ്ഞത്? നിങ്ങളൊക്കെ തന്ന ഓഫർ അദ്ദേഹം വെളിപ്പെടുത്തി, എന്നാലും നിങ്ങൾ തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ നല്ലൊരു കോംപ്ലിമെൻ്റാണ് മിസ്റ്റർ ഗ്രീഷൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞത്. നാളെ ട്രയലിന് പോകുന്നേക്കാളും അദ്ദേഹം കൺഫസ് ചെയ്തു, അദ്ദേഹം കുറ്റം സമ്മതിച്ചു. ബാഡ്വിൻ, കൺഫസ്ഡ്. മാർഷൽ, ടോൾ ദ ഹോൾ സ്റ്റോറി. I can only say to you what every man will be saying tomorrow. How highly I honor and respect your husband. How sincerely. അപ്പോൾ നാളെ ഞാൻ പറയാൻ പോകുന്നത് എല്ലാവരും പറഞ്ഞത് തന്നെയാണ്, എത്ര ഹോണറബിളാണ് മിസ്റ്റർ ബാൾവിൻ. മാർത്ത, പ്ലീസ് കാണ്ട് യു സീ ഹിസ് ക്രൈം? മതി, അദ്ദേഹം കരയുന്നത് കാണാൻ കഴിയുന്നില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഹോണസ്റ്റ് മാനിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത്, മിസ്റ്റർ ബാൾവിൻ.